Good afternoon. Good afternoon. Good afternoon, Miss. ദിനവിളകളൊക്കെ വായിച്ചു കഴിഞ്ഞോ? നോട്ട്സ് ഒക്കെ കിട്ടിയോ? ദിനവിളകള്, കാർഷിക വിളകള് വായിച്ചായിരുന്നോ? പഠിച്ചു കഴിഞ്ഞോന്ന് ദിവ്യ പ്രതീക്ഷ പഠിച്ചു കഴിഞ്ഞോ? കാർഷിക വിളകള് നോക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ.
ഓക്കെ, നമ്മൾ എടുക്കാൻ പോകുന്നത് ഗതാഗതം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കില് റോഡ് ഗതാഗതത്തെ കുറിച്ചിട്ടാണ് എടുക്കാനായിട്ട് പോകുന്നത്. റോഡ് ഗതാഗതം, റോഡ് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, എന്താണ് റോഡ് ഗതാഗതത്തിൽ എന്തൊക്കെയാ വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് റോഡ് ഗതാഗതത്തിൽ മെയിൻ ആയിട്ട്? എന്താ പഠിക്കാനുള്ള? സുരഭി, എന്തൊക്കെ കാര്യങ്ങളാണ് റോഡ് ഗതാഗതം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് നമ്മൾ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്? ദേശീയപാതകള്. ദേശീയപാതകള്, മെയിൻ ആയിട്ട് ദേശീയപാതകളാണല്ലേ വരുന്നത് റോഡ് ഗതാഗതം എന്ന് പറയുമ്പോ തന്നെ, അല്ലേ? അപ്പൊ നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, അപ്പോ റോഡ് ഗതാഗതത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനായിട്ടുള്ളത്, ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതാണ്? ഏതാണ് ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതാ? ഇന്ത്യയാണോ? നമ്മുടെ ഇന്ത്യയാണോ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖല ഉള്ളത്? അമേരിക്ക അല്ല, ഇന്ത്യ അല്ല. അമേരിക്ക USA അല്ലെ? USA ആണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്, അല്ലെങ്കിൽ USA ആണ്, അല്ലെ? ഇനി USA കഴിഞ്ഞാല് രണ്ടാം സ്ഥാനക്കാരനാണ് ആര്? നമ്മുടെ ഇന്ത്യ. ഓക്കെ, അപ്പൊ റോഡ് ശൃംഖലയില് ഒന്നാം സ്ഥാനക്കാരൻ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്ക കഴിഞ്ഞാല് പിന്നീടുള്ള സ്ഥാനം, രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ് ഉള്ളത്. ഓക്കെ, എന്നാൽ ഏഷ്യൻ രാജ്യങ്ങൾക്കിടയില് ഏത് രാജ്യത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖല ഉള്ളത് ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടത്തില്? ഇന്ത്യക്ക് തന്നെയാണ് കേട്ടോ. ഏഷ്യൻ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏഷ്യൻ രാജ്യങ്ങളെന്ന് എടുത്തു പറയുകയാണെങ്കിൽ അതില് ഇന്ത്യക്കാണ് ഒന്നാം സ്ഥാനം. എന്നാൽ ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ അമേരിക്കയ്ക്കാണ് ഒന്നാം സ്ഥാനം. ഇപ്പൊ പലതരത്തിലുള്ള ഗതാഗതങ്ങളുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നു ജലഗതാഗതത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. അപ്പോ എന്താ പറയാ, പല ടൈപ്സ് ഓഫ് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അതിനകത്ത് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ എയർ ട്രാൻസ്പോർട്ടേഷൻ, അല്ലെ? അതായത് റോഡ് ഗതാഗതം, ജലഗതാഗതം, വ്യോമ ഗതാഗതം. ഇനി ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് ഏത് ഗതാഗതത്തിനെയാ, ഏത് ട്രാൻസ്പോർട്ടേഷനെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത്? റോഡ് ഗതാഗതത്തെയാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത്. ഓക്കെ, എന്നാൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏതാണ്? ഏറ്റവും ജലഗതാഗതം. ഓക്കെ, ഇന്ത്യയിലെ റോഡുകളുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 63.31 ലക്ഷം കിലോമീറ്റർ ആണ് കേട്ടോ. ഇന്ത്യയിലെ റോഡ് ശൃംഖല എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടൊരു കണക്ക് പറയുകയാണെങ്കിൽ 63.31 ലക്ഷം കിലോമീറ്റർ ആണ്. രണ്ടാം സ്ഥാനക്കാരനാണ് ഇന്ത്യ എന്ന് പറഞ്ഞു, ലോകത്തിൽ തന്നെ രണ്ടാം സ്ഥാനം. അതിന്റെ കിലോമീറ്റർ എന്ന് പറയുന്നത് 63.31 കിലോമീറ്റർ ദൈർഘ്യം, ലക്ഷം കിലോമീറ്റർ ദൈർഘ്യമാണ് ഇന്ത്യയിലെ റോഡ് ഗതാഗതത്തിന് ഉള്ളത്. ഓക്കെ, ഇനി അതുപോലെ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദേശീയപാത എന്ന് പറയുന്നത്, അല്ലെ? ദേശീയപാതകളുടെ വികസനം, അറ്റകുറ്റപ്പണികള് എന്നിവ കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ നാട്ടിലുള്ള നാഷണൽ ഹൈവേസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതിന്റെയൊക്കെ അറ്റകുറ്റപ്പണികൾ, അതിന്റെ എന്താ പറയാ വികസനം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആർക്കാണ് ചുമതലയുള്ളത്? ഏത് സർക്കാരിനാണ് ചുമതലയുള്ളത്? ഏത് സർക്കാരിനാണ് ദേശീയപാതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസനം ഏത് സർക്കാരിനാണുള്ളത്? കേന്ദ്ര സർക്കാരിനാണ്. സെൻട്രൽ ഗവൺമെന്റിനാണ് ദേശീയപാതകളുടെ വികസനം, അതിന്റെ അറ്റകുറ്റപ്പണികളുമായിട്ട് എന്താ പറയാ അതുമായിട്ട് കണക്ഷൻ ഉള്ളത്, അല്ലെ? അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ദേശീയപാത അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ മേൽനോട്ടം കൊടുക്കുന്നത്, അതിന്റെ ഇതായിട്ട് നിൽക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. എന്നാല് സംസ്ഥാന പാതകളില് ഏത് സർക്കാരിനാണ്? സംസ്ഥാന ഗവൺമെന്റിനാണ്, അല്ലെ?
സ്റ്റേറ്റ് ഹൈവേസിനാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനാണ്, അതത് സംസ്ഥാന സർക്കാരിനാണ് അതിന്റെ ചുമതലയുള്ളത്. ഓക്കെ, ഇനി ദേശീയപാതകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ആരാണ്? ചുമതലയുള്ളത് സർക്കാരിനാണെന്ന് പറഞ്ഞു, എന്നാൽ ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആരാണ്? ഒരു സ്ഥാപനമുണ്ട് അല്ലെ, എന്താ ഇതിനെ പറയാം? ദേശീയപാതകളുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ, ഇപ്പൊ NHന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നില്ല, ധാരാളം. അതിനൊരു മേൽനോട്ടം കൊടുക്കുന്നത് ആരാണ്? കേട്ടിട്ടില്ല നിങ്ങള്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കേട്ടോ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ദേശീയപാതകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഇപ്പൊ നമ്മള് അന്നൊരു വാർത്ത ഉണ്ടായിരുന്നതാണ് അല്ലെ, ഷിരൂരിലെ അർജുനെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്, ദേശീയപാതയിൽ നിന്നാണ് ആ ലോറി എങ്ങോട്ട് മറിഞ്ഞത്? ആ ഒരു പുഴയിലേക്ക്, ഗവലി പുഴയിലേക്ക് മറിഞ്ഞത് അല്ലെ. അതായത് ദേശീയപാതയാണ് അവിടെ. അപ്പോ ആ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ധാരാളം സ്ഥലം എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് കുന്നിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ദേശീയപാത അവിടെ നിർമ്മിച്ചത് അല്ലെ. അപ്പൊ ഈ കാര്യങ്ങൾ, അതായത് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അത് പ്രത്യേകം ആ വാർത്തകളിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത്, ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഓക്കെ, 1995 ഈ ഒരു സ്ഥാപനം നിലവിൽ വന്നത് കേട്ടോ. അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് നിലവിൽ വന്നതെന്ന് പറയാൻ പറ്റില്ല, പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ, അതായത് പ്രവർത്തിച്ചു തുടങ്ങിയത് 1995. 1988 പക്ഷെ ഇത് സ്ഥാപിതമായത്. സ്ഥാപിതമായ വർഷം ചോദിച്ചാല് 1988, എന്നാൽ പ്രവർത്തനം ആരംഭിച്ചത് 1995. ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്, അതായത് ഇതിന്റെ ചുമതലയുള്ളത്, നാഷണൽ ഹൈവേസിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുമതലയുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. സംസ്ഥാന പാതകളുടെ നിർമ്മാണത്തിനാണെങ്കിൽ അതിന് ചുമതലയുള്ളത് സംസ്ഥാന സർക്കാരിനാണ്. എന്നാൽ ദേശീയപാതകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് ചുക്കാൻ പിടിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്, NHAI കേട്ടോ. അതാണ് അതിനെ പറയാ. ഇത് സ്ഥാപിതമായ വർഷം എന്ന് പറയുന്നത് 1988 എന്നാൽ NHAI പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയത് 1995. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ എന്താ പറയാ, ദേശീയപാതകളുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ നീളത്തിൽ ദേശീയപാതകളുള്ള സംസ്ഥാനം ഏതാ? ഏത് സംസ്ഥാനമാണ്? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ റോഡ് ശൃംഖലയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഓക്കെ, റോഡ് ശൃംഖലയില് ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ് കേട്ടോ. ഇനി നമ്മൾ NHAയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ, അതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോകേണ്ട ഒരു പോയിന്റ് ആണ്, ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലുള്ള നാഷണൽ ഹൈവേ, അതായത് ബോർഡറിലുള്ള നാഷണൽ ഹൈവേസ് നിർമ്മാണം നടത്തുന്നത് ആരാണ്? അത് NHAI അല്ല കേട്ടോ, അതിന്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. മറിച്ച് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് അതിന്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലുള്ള, അതായത് ഇപ്പോ നമ്മുടെ സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ അതിർത്തി പ്രദേശങ്ങളുണ്ട്. ഇപ്പൊ രാജസ്ഥാന്റെ അതിർത്തിയുടെ പ്രദേശങ്ങളുണ്ട്, ജമ്മു കാശ്മീരിന്റെ, അതായത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ അതിർത്തി ഉണ്ട്. ഇവിടെയൊക്കെ എന്താണ്, അവിടെയൊക്കെ നാഷണൽ ഹൈവേസ് നിർമ്മിക്കണമെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്നത് NHAI അല്ല, മറിച്ച് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ പറഞ്ഞു നിർത്തിയ കാര്യമാണ്, മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ എന്താ പറയാ, ഇന്ത്യയിൽ ഏറ്റവും മുന്നില് റോഡ് ശൃംഖലയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ, മഹാരാഷ്ട്ര. ഓക്കെ, 18,459 കിലോമീറ്റർ ആണ് ദൈർഘ്യമാണ് സംസ്ഥാനത്തെ ദേശീയ പാതകൾക്കുള്ളത്. മഹാരാഷ്ട്രയുടെ ആ ദേശീയ പാതകൾക്കുള്ള ദൈർഘ്യമാണ് ഞാൻ പറയുന്നത് 18,459 കേട്ടോ, 18,459.
നോട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, 18,459 കേട്ടോ. ദെൻ രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശിനാണ്. രണ്ടാം സ്ഥാനം, അതായത് ദേശീയപാത അല്ലെങ്കിൽ റോഡ് ശൃംഖലയിൽ രണ്ടാമത് നിൽക്കുന്നത് ഉത്തർപ്രദേശാണ്. അതിനുള്ളത് 12,270 ആണ് കേട്ടോ. 12,270 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയപാത അല്ലെങ്കിൽ റോഡ് ശൃംഖലയാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇനി ദേശീയപാത ദൈർഘ്യത്തില് ഒന്നാമതുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതായിരിക്കും? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് രണ്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണ് അല്ലെ? മഹാരാഷ്ട്ര ആയാലും അതുപോലെ തന്നെ ഉത്തർപ്രദേശ് ആയാലും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണ്. ഇനി ദക്ഷിണേന്ത്യയില് ഏറ്റവും കൂടുതൽ ദേശീയപാത ദൈർഘ്യത്തില് ഒന്നാമതുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏതാണെന്ന് ഗസ് ചെയ്ത് നിങ്ങള് ഏതായിരിക്കും? കിട്ടുന്നില്ല ആർക്കും? ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കേട്ടോ, ദേശീയപാത ദൈർഘ്യത്തിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടക കേട്ടോ. കർണാടകയാണ് ആ സംസ്ഥാനം കേട്ടോ. 8,037 കിലോമീറ്റർ. ഓക്കെ, 8,037 കിലോമീറ്റർ ആണ് അതിന്റെ ദൈർഘ്യം വരുന്നത്. ഇനി ഏറ്റവും കുറച്ചു ദൂരം മാത്രം ദേശീയപാതയുള്ള സംസ്ഥാനം ഏതാ? ഏറ്റവും കുറച്ചു ദൂരം മാത്രം ഗോവ. ഏതാണ്? ഗോവ. ഗോവയാണോ ഏറ്റവും കുറച്ചു ദൂരം മാത്രം ഉള്ളത്? സിക്കിമാണ് കേട്ടോ. ശാന്തി സുന്ദരം പറഞ്ഞത് സിക്കിമാണ് ഏറ്റവും കുറച്ചു ദൂരം മാത്രം ദേശീയപാതയുള്ള സംസ്ഥാനം കേട്ടോ. 709.07 കിലോമീറ്റർ. ഓക്കെ, 709.07 കിലോമീറ്റർ. അപ്പൊ നമ്മുടെ കേരളത്തിലെ ദേശീയപാത ദൈർഘ്യം നമ്മൾ അറിയണ്ടേ? എന്റെ ദൈർഘ്യം കേരളത്തിലെ എന്ന് പറയുന്നത് എത്രയാ വരുന്നേ? സോറി, ഇവിടെ കേരളത്തിന്റെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കേരളത്തിന്റെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, കേരളത്തിന്റെ പിന്നീട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോ കുറച്ച് സംസ്ഥാനങ്ങളെ നമ്മൾ പഠിച്ചു. മഹാരാഷ്ട്ര പറഞ്ഞു, അതുപോലെ തന്നെ ഉത്തർപ്രദേശ് പറഞ്ഞു, ദെൻ കർണാടക പറഞ്ഞു. കർണാടകയുടെ പ്രത്യേകത എന്തായിരുന്നു? ദൈർഘ്യമേറിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. ദേശീയപാത ദൈർഘ്യത്തിലുള്ള ഒന്നാം സ്ഥാനത്തുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം അല്ലെ? ഓക്കെ, ഇനി ഈ ഒരു NHAA സ്ഥാപിതമായത് ഏത് വർഷമാണ്? NHAA സ്ഥാപിതമായത് 1988. 88 അല്ലെ? ഇനി പ്രവർത്തനം തുടങ്ങിയതാണെങ്കിലോ 1995 അല്ലെ? ഓക്കെ. അപ്പൊ നമ്മുടെ നാട്ടിൽ എന്താണ് ധാരാളം, നമ്മളിപ്പോ നാഷണൽ ഹൈവേസ് കണ്ടിട്ടുണ്ട്, അതുപോലെ സ്റ്റേറ്റ് ഹൈവേസ് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡുകളുണ്ട്, അതുപോലെ തന്നെ ജില്ലാ റോഡുകളുണ്ട്. പലതരത്തിലുള്ള റോഡുകൾ നമ്മുടെ നാട്ടില് നമ്മൾ കാണാറുണ്ട് അല്ലെ? അതിനകത്ത് നാഷണൽ ഹൈവേ ആണെന്ന് തിരിച്ചറിയുന്നതിന് നമുക്ക് പറ്റും അല്ലെ? എങ്ങനെയാണ് നമ്മളത് തിരിച്ചറിയുന്നത്? ഇത് നാഷണൽ ഹൈവേസ് ആണ് അല്ലെങ്കിൽ ഇത് സ്റ്റേറ്റ് ഹൈവേസ് ആണെന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാം? നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാം? പറഞ്ഞോ സുരഭി, പറഞ്ഞോ. കളർ നോക്കിട്ട് പച്ച, മഞ്ഞ, അങ്ങനെ ഒരു കളർ ഉണ്ടാവില്ലേ? കളർ ഉണ്ടാവും അല്ലെ? അതായത് എന്തിലായാലും ഒരു മയിൽക്കുറ്റി, ഒരു കുറ്റി പോലെ ഒരു സാധനം ഉണ്ടാവില്ലേ ഇവിടെ? ഒരു ട്രയാങ്കുലർ ഷേപ്പ് പോലത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ നിങ്ങള്? റോഡിന്റെ സൈഡിലായിട്ട് മയിൽക്കുറ്റി എന്നാ പറയാ കേട്ടോ. മയിൽക്കുറ്റി എന്ന് പറയൂ ഇതിന്. അതിനകത്ത് മയിൽക്കുറ്റിയില് വെള്ളയില് മഞ്ഞ നിറമാണെങ്കിൽ അത് നാഷണൽ ഹൈവേയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നാഷണൽ ഹൈവേനെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? മയിൽക്കുറ്റികളിൽ, അതായത് അതിന്റെ അരികത്ത് സ്ഥാപിച്ചിട്ടുള്ള മയിൽക്കുറ്റികളില് വെള്ളയില് മഞ്ഞ നിറമാണെങ്കിൽ നാഷണൽ ഹൈവേ. ഓക്കെ, സ്റ്റേറ്റ് ഹൈവേ ആണെന്ന് എങ്ങനെയാ തിരിച്ചറിയാം? സംസ്ഥാന പാതകളാണെങ്കിൽ എങ്ങനെയാണ് തിരിച്ചറിയാം? ഏത് കളറായിരിക്കും അപ്പോ? ഏത് കളറാണ് ദീപ്തി? ഏത് കളറായിരിക്കും മോളെ? ബ്ലാക്ക് അല്ല, പച്ച കളർ കേട്ടോ, ഗ്രീൻ കളർ കേട്ടോ. സംസ്ഥാന പാതകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ മയിൽക്കുറ്റികളില്
ഗ്രീൻ കളർ ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ കടന്നു പോകുന്നത് ഒരു പഞ്ചായത്ത് റോഡിലൂടെയാണെന്ന് വിചാരിക്കാം. എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? പഞ്ചായത്ത് റോഡാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? അതിനും കളറുണ്ട് കേട്ടോ. വെള്ളയിൽ ഓറഞ്ച് നിറമായിരിക്കും ഉണ്ടായിരിക്കാം. പഞ്ചായത്ത് റോഡാണെങ്കിൽ വെള്ളയിൽ ഓറഞ്ച് നിറം. നാഷണൽ ഹൈവേ ആണെങ്കിൽ എന്ത് കളറായിരുന്നു ഞാൻ പറഞ്ഞേ? വെള്ളയിൽ മഞ്ഞ നിറം. വെള്ളയിൽ മഞ്ഞ നിറം. ഈ സംസ്ഥാന പാതകളാണെങ്കിലോ ഗ്രീൻ കളർ. ഗ്രീൻ കളർ. ഇനി പഞ്ചായത്ത് റോഡാണെങ്കിലോ വെള്ളയിൽ ഓറഞ്ച് വെള്ളയിൽ ഓറഞ്ച് നിറം കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ റോഡുകൾ എന്ന് പറയുന്നത് പഞ്ചായത്ത് റോഡുകളാണ് ഉള്ളത്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് പഞ്ചായത്ത് റോഡുകളാണ്. ഇനി ജില്ലാ റോഡുകളില് ഇതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, മയിൽക്കുറ്റികളില് നിറം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അത് വെള്ളയിൽ ചിലപ്പോ കറുപ്പോ അല്ലെങ്കിൽ നീലയോ ആയിരിക്കും കേട്ടോ. ജില്ലാ റോഡുകളാണെങ്കിൽ വെള്ളയിൽ കറുപ്പോ അല്ലെങ്കിൽ നീലയോ ആയിരിക്കും. ഒന്നുകൂടി ചോദിക്കട്ടോ. അതിനാകുമ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, അമ്പിളി കയറാറില്ലേ ഇപ്പൊ? അമ്പിളിക്ക് എന്ത് പറ്റി അറിയാമോ ആർക്കെങ്കിലും? കാണാറില്ല മിസ്. കാണാറില്ല അല്ലെ? ഓക്കെ, കുറെ നാളായി ഞാൻ ആളെ കണ്ടിട്ട്, അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, മയിൽക്കുറ്റികളില് വെള്ളയില് മഞ്ഞ കളറ് എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ഏത് ഹൈവേ ആണ്? നാഷണൽ ഹൈവേ. ഗ്രീൻ കളർ ആണെങ്കിലോ? സ്റ്റേറ്റ് ഹൈവേ. ഓക്കെ, ജില്ലാ റോഡുകളാണെങ്കിലോ? ജില്ലാ റോഡുകള് കറുത്തതോ നീലയോ? കറുത്തതോ നീലയോ? ഓക്കെ, ഇനി പഞ്ചായത്ത് റോഡാണെങ്കിലോ? വെള്ളയിൽ ഓറഞ്ച്. ഓറഞ്ച് കളർ. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ റോഡുകൾ എന്ന് പറയുന്നത് എന്ത് തരം റോഡുകളാണ്? പഞ്ചായത്ത് റോഡ്. പഞ്ചായത്ത് റോഡുകൾ. ഓക്കെ, ഓക്കെ, നേരത്തെ പറഞ്ഞു ദേശീയപാത ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതായിരുന്നു? മഹാരാഷ്ട്ര. രണ്ടാമത്തേത് ഉത്തർപ്രദേശ് അല്ലേ? ഓക്കെ, ഇനി ദക്ഷിണേന്ത്യയിൽ നോക്കുവാണെങ്കിലോ? കർണാടക. ഇനി ഏറ്റവും കുറവ് ഇതിനായിരുന്നു? സിക്കിം. സിക്കിം. ഓക്കെ, ഇനി നമ്മൾക്ക് ദേശീയപാത നമ്മൾ പഠിക്കുമ്പോൾ കുറെ നമ്പറുകൾ നമ്മൾ പഠിക്കും അല്ലെ? നിങ്ങള് പല നമ്പറുകൾ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു അല്ലെ? എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന ദേശീയപാതകളുടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞേ, ഏതൊക്കെയാ അറിയാവുന്നേ? നൗസിയ, നൗഫൽ എന്ന് പറഞ്ഞ മോളെ, ഏതൊക്കെയാണ് നിനക്ക് ദേശീയപാത അറിയാൻ പറ്റുന്നേ? ഏതൊക്കെ അറിയാം ദേശീയപാതകള്? പഠിച്ചിട്ടില്ല ഇതുവരെ? ദേശീയപാത നോക്കാറേയില്ല റാങ്ക് ഫയലിലൊന്നും? നൗസിയ? NH17. NH17. ഓക്കെ, പിന്നെ 47. എന്താ? 47. 47. ഓക്കെ, 49. 49. ഓക്കെ, 208. ഓക്കെ, ചോദിച്ചെന്നുള്ളോട്ട് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പൊ നമുക്ക് ദേശീയപാതകളുടെ ആ ഒരു നമ്പേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് പഠിച്ചു നോക്കാം, കിട്ടുമെന്ന് നോക്കാം കേട്ടോ. അപ്പൊ അത് പറയുന്നതിന് മുമ്പായിട്ട് ദേശീയപാത നമ്പറുകൾ, അതായത് അക്കമുണ്ട്, ഇരട്ടക്കമുണ്ട്. അതായത് ഒറ്റയക്കമായിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട്, രണ്ടക്കമായിട്ടുള്ള ഇരട്ട നമ്പർ ആയിട്ടുള്ള അക്കങ്ങളും ഉണ്ട്. അപ്പൊ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് പാത എങ്കിൽ ഒറ്റയക്ക നമ്പർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് എന്ന് പറയുമ്പോൾ എവിടെയാ? കിഴക്കേറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള, അതായത് കിഴക്ക് ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനം. അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനം അല്ലെ, ഗുജറാത്ത് വരും അല്ലെ? അപ്പോ ഈ ഒരു, അതായത് ആ ഗുജറാത്ത് തുടങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കിഴക്കേറ്റത്തുള്ള സംസ്ഥാനത്തെ തമ്മില് ഒരു ദേശീയപാത ബന്ധിപ്പിക്കുകയാണെങ്കിൽ ആ ദേശീയപാതയ്ക്ക് കൊടുക്കുന്ന നമ്പർ ആയിരിക്കും കേട്ടോ. ഒരു അക്കമേ അതിന് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരക്കത്തിലുള്ള നമ്പറാണ് ഈ ഒരു ദേശീയപാത. ഇപ്പൊ ഒരു എന്താ പറയാ, ഒറ്റക്കം എന്ന് പറയുമ്പോൾ 7 ആയിരിക്കാം, അല്ലെങ്കിൽ 5, ഏതെങ്കിലും ഒരു നമ്പർ എന്ന് വിചാരിക്കാം. ഒറ്റക്കമാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക അത് ഇന്ത്യയുടെ കിഴക്ക് നിന്നും
പടിഞ്ഞാറ് ഭാഗത്തോട്ട് ബന്ധിപ്പിക്കുന്ന ദേശീയ പാതയാണ്. തിരശ്ചീനമായിട്ടുള്ള പാതയാണ് കേട്ടോ. തിരശ്ചീനമായിട്ടുള്ള പാത എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് പാതയെങ്കിൽ ഒറ്റയക്ക നമ്പറിലായിരിക്കും എന്ത് ചെയ്യുക, ആ ദേശീയ പാതയെ സൂചിപ്പിക്കുക. ഓക്കെ, അത് മനസ്സിലായി. ദെൻ രണ്ടാമതുള്ളത് ഇരട്ടയക്ക നമ്പർ ആണ് അല്ലെ. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും അപ്പൊ യൂസ് ചെയ്യുന്നത്? ഏതാണത്? ഏതിനെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇരട്ടയക്ക നമ്പർ? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് കേട്ടോ. വടക്ക് നിന്ന് തെക്കോട്ട് ആണ് പാതയെങ്കിൽ അതിനെ ഉപയോഗിക്കുന്നത് ഇരട്ടയക്ക നമ്പർ ആയിരിക്കും. അതായത് ലംബതലത്തിലാണ് എന്തുണ്ടാവുക, ആ പാത ഉണ്ടാവുക. ആദ്യത്തെ ഞാൻ പറഞ്ഞു തിരശ്ചീനമായിട്ടുള്ള തലത്തില്, രണ്ടാമത്തേത് വടക്ക് നിന്ന് തെക്കോട്ട് എന്ന് പറയുമ്പോൾ ലംബതലത്തിൽ കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പോ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണെങ്കിൽ ഏതൊക്കമായിരിക്കുള്ളൂ? ഒറ്റയക്കമാണോ രണ്ടക്കമാണോ? ഏതാണ്? ഒറ്റയക്കം അല്ലെ. ഇനി വടക്ക് നിന്ന് തെക്കോട്ടാണെങ്കിൽ ഏതൊക്കമായിരിക്കുള്ളൂ ഉപയോഗിക്കുന്നേ? ഇരട്ടയക്കം അല്ലെ. ഇരട്ട നമ്പർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? ഏറ്റവും നീളം കൂടിയ ദേശീയപാത ആർക്കെങ്കിലും അറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും, ഇന്ന് ഷിജിൻ വർഗീസ് കയറിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ. ഷിജിൻ അല്ലെങ്കിൽ ഇങ്ങനെ കമന്റ് ചെയ്യുന്നത് കാണാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാ? ഉത്തർപ്രദേശ്. NH44 ആണ് കേട്ടോ. 44 കേട്ടോ. NH44 ആണ്. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, ഏത് ഭാഗങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? കിഴക്ക് ദിശ പറയൂ. തെക്കാണോ വടക്കാണോ? വടക്കും തെക്കും. കാരണം എന്താ? 44 എന്ന് പറയുന്നത് ഇരട്ടയക്ക നമ്പറാണ്. അപ്പോ വടക്ക് നിന്ന് തെക്കോട്ടാണ് എന്ത് ബന്ധിപ്പിക്കുന്നത്? NH44 എന്ന് പറയുന്ന ആ ഒരു ദേശീയപാത ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലായിരിക്കും NH44 ബന്ധിപ്പിക്കുന്നത്? ഏറ്റവും നീളമുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഏറ്റവും വടക്ക് നിന്ന് തുടങ്ങാം. വടക്ക് നിന്ന് തെക്കേറ്റം വരെ. സ്ഥലത്തിന്റെ പേര് പറഞ്ഞു ഒന്ന്. ഏറ്റവും നീളമുള്ള ശ്രീനഗർ, കന്യാകുമാരി. ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മില് ബന്ധിപ്പിക്കുന്നു. ശ്രീനഗറിനെയും, ജമ്മു കാശ്മീരിലെ ശ്രീനഗറിനെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയെയും തമ്മിൽ എന്താണ് ബന്ധിപ്പിക്കുന്നതാണ് എന്ത്? ഈ ഒരു ദേശീയപാത എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യയെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു? കവർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എന്ന് പറയുന്നത് NH44 ആണ്. വടക്ക് നിന്ന് തെക്കോട്ടായതുകൊണ്ട് ഇരട്ടയക്ക നമ്പർ ഉപയോഗിക്കുന്നു. പഠിച്ചോ? ക്ലിയർ ആണോ? NH44 ക്ലിയർ ആണ്. ക്ലിയർ ആണ് അല്ലെ. അപ്പോ ശ്രദ്ധിച്ചിരിക്കുക. NH44 എന്ന് പറയുന്നത് ഇരട്ടയക്ക നമ്പർ ആണ്. വടക്ക് നിന്ന് തെക്കോട്ടാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നീളത്തിലുള്ളതാണ്. അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ശ്രീനഗർ ടു കന്യാകുമാരി. ഇനി അടുത്തത്, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് തെക്ക് ടു വടക്ക് അല്ലെ. അതിനകത്ത് ഏറ്റവും നീളം കൂടിയതാണ്. അപ്പൊ നമുക്ക് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള ഏറ്റവും നീളം കൂടിയ ദേശീയപാത അറിയണം ഏതാണെന്ന് അല്ലെ. ഓക്കെ, അപ്പൊ അത് ഏതായിരിക്കും? നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടോ? അറിയാമോ നിങ്ങൾക്ക് ഏതാണെന്ന്? കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH27 ആണ് കേട്ടോ. NH27 ആണ് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ഏറ്റവും നീളം കൂടിയ ദേശീയപാത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലായിരിക്കും ബന്ധിപ്പിക്കുന്നത്? കിഴക്ക് പടിഞ്ഞാറാണ് അല്ലെ. ഇപ്പൊ ഏതൊക്കെ സ്ഥലങ്ങൾ ഉണ്ടാവും അവിടെ? ഗസ് ചെയ്തേ നിങ്ങള്. ഏതൊക്കെയാ? പറഞ്ഞോ. ഒറ്റയക്ക നമ്പർ എന്നല്ലേ പറഞ്ഞത്? കിഴക്ക് നിന്ന് പടിഞ്ഞാറ്. ഒറ്റയക്ക നമ്പർ എന്ന് പറയുന്നത് ഇവിടെ, അതായത് നമ്മള് ഇരട്ടയക്കം ഒറ്റയക്കം എന്ന് പറയുമ്പോ അതൊക്കെ വരുന്നില്ലേ? 44 എന്നൊക്കെ പറയുമ്പോ അത് ഇരട്ട, അതായത് ഇരട്ട സംഖ്യ എന്നല്ല പറയുന്നത്, ഒറ്റ സംഖ്യ. 47 ഒറ്റ സംഖ്യ അല്ലേ വരുന്നേ? അപ്പം കിഴക്ക് പടിഞ്ഞാറ് ഒറ്റയക്കവും വടക്ക് തെക്കെന്ന് പറയുമ്പോ ഇരട്ടയക്കല്ലേ പറഞ്ഞേ? അപ്പൊ NH47 പറഞ്ഞപ്പോഴത്തേക്ക് അത് ഒറ്റയക്കമായിട്ട് വരൂലേ? അപ്പൊ അത് കിഴക്ക് പടിഞ്ഞാറ് പോവില്ലേ? ഏതാണ് NH47 എന്ന് പറയുമ്പോ അപ്പൊ ഒറ്റ സംഖ്യ അല്ലേ?
47 എന്ന് പറയുമ്പോ ഒറ്റ സംഖ്യ ആവുമെന്നല്ലേ? ആ ഒറ്റ കിഴക്ക് സംഖ്യ പടിഞ്ഞാറ് എന്നല്ലേ പറഞ്ഞത്? ഒറ്റ എന്താണ് അക്കം എന്നാണോ ഒറ്റ സംഖ്യ എന്നാണോ ഒന്ന് പറഞ്ഞത്? ഒറ്റ സംഖ്യ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഒറ്റ സംഖ്യ എന്നൊന്ന് എഴുതി വെച്ചാൽ മതി. ഒറ്റ ഇക്കെന്ന് വേണ്ട ഒറ്റ സംഖ്യ അങ്ങനെ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ആവും അവിടെ കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോ NH27 ബന്ധിപ്പിക്കുന്നത് പോർബന്ദറിനെയും അതുപോലെ തന്നെ സെൽച്ചർ എന്ന് പറയുന്ന സ്ഥലത്തെയുമാണ്. പോർബന്ദർ എവിടെയാണ്? പോർബന്ദർ ഗുജറാത്ത്. ഗുജറാത്ത് ആണ്. ഇനി സെൽച്ചർ എവിടെയാണ്? സെൽച്ചർ ആസാമാണ് കേട്ടോ. ഓക്കെ. അപ്പോ കിഴക്കുമായി പടിഞ്ഞാറുമായി. അപ്പൊ പോർബന്ദറിനെയും സെൽച്ചറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് NH27. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞ പാത ഏതായിരുന്നു? ശ്രീനഗർ ടു കന്യാകുമാരി. 44 ആണ് കേട്ടോ. 44 ആണ്. NH47 അല്ല കേട്ടോ. NH44 ആണ് ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മില് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോ ഈ ഒരു തെക്ക് വടക്ക് പാതയായ, അതായത് ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന NH44ഉം കിഴക്ക് പടിഞ്ഞാറ് പാതയായ NH27, അതായത് പോർബന്ദർ ടു സെൽച്ചർ, അതും തമ്മില് എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിമുട്ടുന്നുണ്ട്. അതായത് ഒരെണ്ണം എന്താണ്? വടക്ക് നിന്ന് തെക്കോട്ടാണ്, മറ്റൊന്ന് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അപ്പൊ ഇത് കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ലേ? ആ പോയിന്റ് ഒരു പട്ടണമാണ്. ആ പട്ടണത്തിനൊരു പേരുണ്ട്. ആ നാഷണൽ ഹൈവേസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ പട്ടണത്തിന്റെ പേരറിയാമോ? എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ പട്ടണത്തിന്റെ പേര്? ചതുഷ്കോണം എന്ന് പറയുന്നത് അതാ വരുന്നത്? ഝാൻസി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഝാൻസി കേട്ടിട്ടില്ലേ? ഝാൻസി കേട്ടിട്ടില്ലേ? ഝാൻസി കേട്ടിട്ടില്ലേ? ഉത്തർപ്രദേശിലെ അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് രണ്ടും തമ്മില്, അതായത് NH44ഉം NH27ഉം തമ്മില് കൂട്ടി മുട്ടുന്നത്. ഓക്കെ. ആ പോയിന്റിൽ വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ. ഇനി NH44 ഏതായിരുന്നു? NH44 ശ്രീനഗർ കന്യാകുമാരി. കന്യാകുമാരി. എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്? ഏറ്റവും നീളം കൂടിയ ദേശീയപാത അല്ലെ? അപ്പോ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ അത് കടന്നു പോകുന്നുണ്ടാവും അല്ലെ? 11 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു കേട്ടോ. NH44 കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് 11 സംസ്ഥാനങ്ങളാണ്. ഇനി അടുത്തത് വേറെ ഏതായിരുന്നു? ഞാനൊരു ദേശീയപാത പറഞ്ഞത് കിഴക്കുന്ന പടിഞ്ഞാറോട്ട് ഏതായിരുന്നു പറഞ്ഞേ? 27 7 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. NH27 7 സംസ്ഥാനങ്ങൾ. 44 എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് പോകുന്നത്? 11 സംസ്ഥാനങ്ങളിലൂടെ. ഇനി 27 ആണെങ്കിൽ 7 സംസ്ഥാനങ്ങളിലൂടെ. ഇനി NH44 ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? ഏതായിരിക്കും ആ സംസ്ഥാനം? NH44 ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ് കേട്ടോ. NH44 11 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. 44 ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ ടു കന്യാകുമാരിയാണ്. എന്നാൽ ഇത് ഏറ്റവും കൂടുതൽ, ഈ NH44 ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് തമിഴ്നാട്ടിലൂടെയാണ്. ഓക്കെ. തമിഴ്നാട്ടിലൂടെയാണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദേശീയപാത. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദേശീയപാത ഏതൊക്കെയാ? ഏതാണ് ഏറ്റവും ദൈർഘ്യം കുറവ്? ഏറ്റവും ദൈർഘ്യം കൂടുതൽ ഞാനിപ്പോ പറഞ്ഞു NH44 ആണെന്ന് പറഞ്ഞു അല്ലെ? ഓക്കെ. അപ്പൊ ഏറ്റവും ദൈർഘ്യം കുറവ് എന്തിനായിരിക്കും? NH17 NH17 ആണ്.
NH118 NH118 NH548 ആണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദേശീയപാതകൾ കേട്ടോ നിലവില്. NH118 NH548 രണ്ടും 5 കിലോമീറ്റർ വീതമാണ് ഉള്ളത് കേട്ടോ. NH118 NH548 5 കിലോമീറ്റർ കേട്ടോ. അതിനകത്ത് NH118 എന്ന് പറയുന്നത് ജാർഖണ്ഡിലാണ്. NH118 എന്ന് പറയുന്നത് ജാർഖണ്ഡിലാണ്. NH548 എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, NH118 ഉണ്ട്, NH548 ഉണ്ട്, രണ്ടും 5 കിലോമീറ്റർ വീതമാണുള്ളത്. NH118 ജാർഖണ്ഡിലും NH548 മഹാരാഷ്ട്രയിലുമാണ്. പിടികിട്ടിയോ? പഠിച്ചോ? കിട്ടി. അപ്പൊ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുന്ന ആളൊന്ന് പറയാമോ? ഓക്കെ, ഇന്ത്യയിലെ റോഡ് ദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് സുരഭി? റോഡ് ദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇനി റോഡ് ദൈർഘ്യത്തില് മുന്നിൽ നിൽക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ് ദിവ്യ? കർണാടക. ഓക്കെ. റോഡ് ദൈർഘ്യത്തില് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ് ദീപ്തി? സിക്കിം. ഓക്കെ. NH44 എന്തിനെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് നൗസിയ? NH44 ശ്രീനഗർ കന്യാകുമാരി. സിദ്ധാർത്ഥെ, NH27 എന്തിനെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? 27 സിദ്ധാർത്ഥ് പോയി. അഖിൽ NH27 എന്തിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? 27 അഖിൽ. സുരഭി എന്തിനെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? NH27 പോർബന്ദർ സെൽച്ചർ. ഓക്കെ. NH44 എത്ര സംസ്ഥാനത്തിലൂടെയാ കടന്നു പോകുന്നേ? സ്വാതി എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? നെറ്റ് സ്ലോ ആയിരുന്നേ. 11 സംസ്ഥാനത്തിലൂടെ അല്ലെ. NH27 ആണെങ്കിലോ സ്വാതി തന്നെ പറയൂ, എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് NH27 കടന്നു പോകുന്നത്? 7 സംസ്ഥാനങ്ങളിലൂടെ. 7 സംസ്ഥാനങ്ങളിലൂടെ. ഓക്കെ. സിദ്ധാർത്ഥ് വന്നോ? ചോദിക്കട്ടെ ഞാൻ. സിദ്ധാർത്ഥെ, ഓക്കെ. മോനിഷ, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദേശീയപാതകൾ ഏതൊക്കെയാണ്? ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദേശീയപാതകള് മോനിഷ. പറയുന്നില്ല. ദീപ്തി, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദേശീയപാതകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. NH118 NH548. എത്ര കിലോമീറ്റർ ആണ് രണ്ടിനും ഉള്ളത്? NH118 NH548 എത്ര കിലോമീറ്റർ വീതമുള്ള? കിലോമീറ്റർ 5 കിലോമീറ്റർ. നെറ്റ് കിട്ടുന്നില്ല. കുഴപ്പമില്ല കേട്ടോ. നൗസിയ, NH118 ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. ഓക്കെ. നവനീത് ഉണ്ടോ അവിടെ? NH548 ഏത് സംസ്ഥാനത്താ? മഹാരാഷ്ട്ര. ഓക്കെ. അടുത്തത് NH1 ആണ് കേട്ടോ. NH1 അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, ഏത് ദിശയിലാണ് NH1 എന്ന് പറയുമ്പോ? കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ദേശീയപാതയാണ് NH1 എന്ന് പറയുന്നത്. അത് കാശ്മീരിലെ ബാരാമുള്ള എന്ന സ്ഥലത്തെയും ലഡാക്കിലെ ലേ എന്ന് പറയുന്ന സ്ഥലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ തൊട്ടടുത്ത് കിടക്കുന്നതാണ് അല്ലെ. കാശ്മീറും ലഡാക്ക് എന്ന് പറയുന്ന അടുത്തടുത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അപ്പോ
ഈ ഒരു കശ്മീരിലെ ബാരാമുള്ള എന്ന് പറയുന്ന സ്ഥലത്തെയും ലഡാക്കിലെ ലേ എന്ന് പറയുന്ന സ്ഥലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെന്ത് NH1. ഓക്കെ, ക്ലിയർ ആയോ? ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് നൗസിയ? കാശ്മീരിലെ പാരാമുള്ളയും ലഡാക്കിലെ ലേയും. NH1 കേട്ടോ. ദെൻ NH3 ഏത് ദിശയാണ്? NH3 എന്ന് പറയുമ്പോ കിഴക്ക് പടിഞ്ഞാറ്. കിഴക്ക് പടിഞ്ഞാറ് അല്ലെ? അപ്പോ NH3 ബന്ധിപ്പിക്കുന്നത് പഞ്ചാബിലെ അട്ടാരിയെയും ലഡാക്കിലെ ലേയെയും തമ്മിലാണ് കേട്ടോ. ഓക്കെ, പഞ്ചാബിലെ അട്ടാരിയെയും ലഡാക്കിലെ ലേയെയും തമ്മിലാണ്. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു NH1 കാര്യം പറഞ്ഞു. കശ്മീരിലെ ബാരാമുള്ളയെയും ലഡാക്കിലെ ലേയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അല്ലെ? ഈ ഭാഗത്താണ് സോജില ചുരം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സോജില ചുരം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ NH3 പറഞ്ഞല്ലേ? NH3 പറഞ്ഞു ഏതാണ്? ഏതിനെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത് NH3? പഞ്ചാബിലെ അട്ടാരിയും ലഡാക്കിലെ ലേയും. ഈ ഭാഗത്ത് ഒരു ചുരമുണ്ട്. ആ ചുരത്തിന്റെ പേരറിയാമോ? ഏതാണ് ആ ചുരം? റോഹ്താങ് ചുരം കേട്ടോ. റോഹ്താങ് ചുരത്തിലൂടെയാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. റോഹ്താങ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH3. അപ്പൊ സോജില ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാ? NH1. ഓക്കെ. ദെൻ NH4. NH4 പ്രത്യേകതയുണ്ട്. എന്താണ് NH4 പ്രത്യേകത? വായിച്ചിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും NH4? സുവർണ ചതുഷ്കോണം. NH4 എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ മറ്റു ദേശീയപാതകളുമായി ബന്ധമില്ലാത്ത ദേശീയപാതയാണ്. അപ്പൊ ഏതായിരിക്കും? എവിടെയായിരിക്കും അത് ഉണ്ടാവുക? ആൻഡമാൻ. കറക്റ്റ്. അതായത് ഇന്ത്യയിലെ മറ്റ് ദേശീയപാതകളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല NH4. അപ്പൊ NH4 എന്ന് പറയുന്നത് ആൻഡമാനിലാണുള്ളത് കേട്ടോ. ആൻഡമാനിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയപാതയാണെന്ത്? അല്ലെങ്കിൽ കടന്നു പോകുന്ന ദേശീയപാതയാണെന്ത്? NH4 എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി ഞാൻ ചോദിക്കാണ്, NH1 ഏതായിരുന്നു നൗസിയ? NH1 എന്തിനെ തമ്മിലാ ബന്ധിപ്പിക്കുന്നേ? കാശ്മീരിലെ ബാരാമുള്ള ലഡാക്കിലെ ലേയും. Then NH3 ഏതായിരുന്നു ദിപ്തി രജേഷ്? NH3 പഞ്ചാബിലെ അട്ടാരയും ലഡാക്കിലെ ലേയും. ഏത് ചുരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? NH3 എന്താണ്? റോഹ്താങ് ചുരം. ഓക്കെ. Then NH4 പ്രത്യേകത എന്താണ്? NH4 പ്രത്യേകത ഇന്ത്യയിലെ മറ്റ് ദേശീയപാതകളുമായിട്ട് ബന്ധമില്ലാത്ത ദേശീയപാത. ആൻഡമാൻ ചെയ്യുന്നു. Then അടുത്തത് വരുന്നത് NH7 ആണ് കേട്ടോ. NH7 എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേവപ്രയാഗ്, രുദ്രപ്രയാഗ്, ഋഷികേശ്, ബദ്രീനാഥ്. ഈ സ്ഥലങ്ങൾ നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഗംഗാനദി ഗംഗാനദി ഒഴുകുന്ന പട്ടണങ്ങൾ അല്ലെ? ഓക്കെ. അതായത് ദേവപ്രയാഗ് ഉണ്ട്, രുദ്രപ്രയാഗ് ഉണ്ട്, ഋഷികേശ് ഉണ്ട്, ബദ്രീനാഥ് ഉണ്ട്. ഈ പുണ്യ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണെന്ത്? NH7 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ മെയിൻ ആയിട്ട് ഉത്തരാഖണ്ഡാണ് വരുന്നത് കേട്ടോ. NH7 എന്ന് പറയുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞാല് ദേവപ്രയാഗ്, രുദ്രപ്രയാഗ്, ഋഷികേശ്, ബദ്രീനാഥ്. ഓക്കെ. NH1 പഠിച്ചു, NH3 പഠിച്ചു, NH4 പഠിച്ചു, NH7 പഠിച്ചു, NH44 പഠിച്ചു, NH27 പഠിച്ചു. എല്ലാം പഠിച്ചു കഴിഞ്ഞോ? NH7 ഒന്നുകൂടെ പറയൂ. ദേവപ്രയാഗ്, രുദ്രപ്രയാഗ്, ഋഷികേശ്. രുദ്രപ്രയാഗ്, ഋഷികേശ്, ബദ്രീനാഥ്. ഈ പുണ്യസ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH7. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് NH87 ആണ് കേട്ടോ. NH87. NH87 എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ മധുരയെ ധനുഷ്കോടിയുമായി ബന്ധിപ്പിക്കുന്നു. തമിഴ്നാട്ടിലെ മധുരയെ ധനുഷ്കോടിയുമായി ബന്ധിപ്പിക്കുന്നു. അതാണ് NH87. എവിടെയാണ്? തമിഴ്നാട്ടിലെ മധുരയെ
ധനുഷ്കോടിയുമായി ബന്ധിപ്പിക്കുന്നു. ധനുഷ്കോടിയിൽ പോയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ ധനുഷ്കോടിയില്? പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ദീപ്തി പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. പോയിട്ടുണ്ട് അല്ലെ? ഓക്കെ. അവിടെ ഒരു പാലം ഉണ്ടല്ലോ. ഏതാണ് ആ പാലം? ആ പാലത്തിന്റെ പേരെന്താ? ഒരു പാലം കണ്ടിട്ടില്ലേ ധനുഷ്കോടിയിലേക്ക് പോകുമ്പോൾ? അടുത്ത് നമ്മള് ധനുഷ്കോടി എന്ന് പറഞ്ഞ അറ്റല്ലേ അല്ലേ? പാമ്പൻ പാലല്ലേ? നമ്മള് ചെല്ലുമ്പോൾ ഒരു പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ? ആ പാലത്തിന്റെ പേരെന്താ? പാമ്പൻ പാലല്ലേ മിസ്സേ? അതന്നെ, പാമ്പൻ പാലം കേട്ടോ. പാമ്പൻ പാലത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH87 കേട്ടോ. ഓക്കെ. അപ്പോ തമിഴ്നാട്ടിലെ മധുരയെ ധനുഷ്കോടിയുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് NH87. മാത്രമല്ല പാമ്പൻ പാലത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH87. ഓക്കെ. NH11 ഞാൻ പറഞ്ഞായിരുന്നോ? 11 പറഞ്ഞോ? ഇല്ല. NH11 എന്ന് പറഞ്ഞാല് രാജസ്ഥാൻ മരുപ്രദേശത്തോടുകൂടി കടന്നു പോകുന്ന ദേശീയപാതയാണ് കേട്ടോ. രാജസ്ഥാന്റെ മരുപ്രദേശത്തോടുകൂടി കടന്നു പോകുന്ന ദേശീയപാതയാണ് NH11 അഥവാ NH11. ഓക്കെ. അപ്പൊ ഒന്നും കൂടി ഞാൻ ചോദിക്കാം. NH44 എന്താ പ്രത്യേകത? NH44ന്റെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. ദിവ്യ പ്രജീഷ് പറയും. ഒരാള് പറയും കേട്ടോ. അത് ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി. ദിവ്യ പ്രജീഷ് പറഞ്ഞേ. NH44 ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ശ്രീനഗർ ടു കന്യാകുമാരിയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ. Then സുരഭി NH27. സുരഭി പോർബന്ദർ സെൽച്ചർ അതിനെ തമ്മില് ബന്ധിപ്പിക്കുന്നു. ഏതാണ് ദിശ? ഏതാണ്? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് അല്ലേ? ഓക്കെ. അടുത്തത് NH1. NH1 ഏതിനെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? നൗസിയ, NH1 ഏതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? കാശ്മീരിലെ ബാരാമുള്ള, ലഡാക്കിലെ ലേ. ഓക്കെ. NH3 ആരാ പറയാ? NH3 ആരാ പറയാ? ഒരാൾ പറഞ്ഞേ. പറയാത്ത ഒരാള് പറയൂ. അമ്പിളി, NH3 ഏതിനെ തമ്മിലാ ബന്ധിപ്പിക്കുന്നേ? പഞ്ചാബിലെ അട്ടാരിയെ ലഡാക്കിലെ ലേ. കുറെ നാളായാലോ കണ്ടിട്ട്. എന്ത് പറ്റി? ഒന്നുമില്ല. സുഖമുണ്ടായിരുന്നില്ല? ക്ലാസ്സിന്റെ ടൈം ഒക്കെ മാറ്റിയത് കൊണ്ട് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു അല്ലേ? ഓക്കെ. ക്ലാസ്സിന്റെ ടൈം നമുക്കിപ്പോ ഫിക്സ് ആയല്ലോ. 1:30 to 2:30 ക്ലാസ് ടൈം വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ NH3 എന്ന് പറയുന്നത് പഞ്ചാബിലെ അട്ടാരിയും ലഡാക്കിലെ ലേയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സിദ്ധാർത്ഥ, NH4 എന്താണ് പ്രത്യേകത? NH4 സിദ്ധാർത്ഥ ചോദിക്കുമ്പോ ഒക്കെ തന്നെ ലെഫ്റ്റ് ആവാണല്ലോ. ആരാ പറയാ? സ്വാതി ബിനു. സ്വാതി. ഇന്ത്യയിലെ മറ്റ് ദേശീയപാതകളുമായി ബന്ധമില്ലാത്ത ദേശീയപാത. ചോദ്യം കേട്ടില്ല. NH7 ഏതിനെ തമ്മിലാ കണക്ട് ചെയ്യുന്നേ? NH7 പ്രയാഗ്, രുദ്രപ്രയാഗ്, ഋഷികേശ്, ബദ്രിനാഥ്. ഓക്കെ. NH11 ശാന്തി സുന്ദരൻ. NH11ന്റെ പ്രത്യേകത എന്താ? NH11 എന്താണ്? രാജസ്ഥാന്റെ മരുപ്രദേശത്തോട് കടന്നു പോകുന്നു. മോള് തന്നെ ഇനി പറഞ്ഞാൽ മതി. NH87ന്റെ പ്രത്യേകത എന്താ? NH87 87 മധുരയിലെ ധനുഷ്കോടിയുമായി ബന്ധിപ്പിക്കുന്നു. മധുരയെ ധനുഷ്കോടിയുമായി. ഏത് പാലത്തിലൂടെ കടന്നു പോകുന്നെന്നാ പറഞ്ഞേ? പാമ്പൻ പാലത്തിൽ. പാലം പറഞ്ഞില്ലേ? പാമ്പൻ പാലത്തിലൂടെ കടന്ന് പോകും. ഓക്കെ. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാനായിട്ടുള്ളത് സുവർണ ചതുഷ്കോണം പദ്ധതിയാണ് കേട്ടോ. സുവർണ ചതുഷ്കോണം പദ്ധതി.
ഇനി ഞാനിപ്പോ പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയപാതകള് കുറച്ച് കാര്യങ്ങളാണ്. ഈ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുണ്ട് കേട്ടോ. അത് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ ഞാൻ എടുത്തു തരാം കേട്ടോ. അപ്പൊ നമുക്ക് സുവർണ ചതുഷ്കോണം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണെന്ത്? സുവർണ ചതുഷ്കോണം പദ്ധതി. ഏത് നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? പ്രധാനപ്പെട്ട സുവർണ ചതുഷ്കോണം. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ആ, ചെന്നൈ. ഓക്കെ. ഡൽഹി ഉണ്ട്, മുംബൈ ഉണ്ട്, ചെന്നൈ ഉണ്ട്, കൊൽക്കത്ത ഉണ്ട്. ഓക്കെ. ഈ 4 പ്രധാനപ്പെട്ട നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്ത്? സുവർണ ചതുഷ്കോണം പദ്ധതി എന്ന് പറയുന്നത്. എന്നാണ് ഈ പദ്ധതി രൂപീകരിക്കുന്നത്? ഏത് ഇയറിലാണ് രൂപീകരിക്കുന്നത്? അറിയില്ല. 1991 സുവർണ ചതുഷ്കോണം പദ്ധതി രൂപീകരിക്കുന്നത് കേട്ടോ. പക്ഷെ നടപ്പിലാക്കുന്നത് 10 കൊല്ലം കഴിഞ്ഞിട്ടാ. അപ്പൊ ഏതാ വരിക ഇയർ? 10 കൊല്ലം കഴിയുമ്പോൾ 2001 നടപ്പിലാക്കുന്നത്. 1901 എന്ത് ചെയ്തു? ഈ ഒരു സുവർണ ചതുഷ്കോണം പദ്ധതി രൂപീകരിച്ചു. 2001 നടപ്പിലാക്കുന്നത്. ദെൻ 2012 ഈ പദ്ധതി പൂർത്തിയാക്കുന്നത്. ഓക്കെ, രൂപീകരിച്ചതാണ്. ഇനി 2001 ഇത് നടപ്പിലാക്കിയതാണ്. 2012 ഇത് പൂർത്തിയാക്കിയതാണ്. നിർമ്മാണം തുടങ്ങുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? സുവർണ ചതുഷ്കോണം പദ്ധതിയുടെ ആരായിരുന്നു? നരസിംഹറാവു. അടൽ ബിഹാരി വാജ്പേയി അല്ലെ? അടൽ ബിഹാരി വാജ്പേയി ആണ് ഇതിന്റെ പ്രധാനമന്ത്രി. നിർമ്മാണം തുടങ്ങുമ്പോൾ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഈ സുവർണ ചതുഷ്കോണം പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് അതായത് ഈ ഒരു പദ്ധതി, സുവർണ ചതുഷ്കോണം പദ്ധതിയിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകളില് ഏറ്റവും വലുതെന്ന് പറയുന്നത് NH-48 ആണ് കേട്ടോ. ഏറ്റവും വലുത് NH-48 ആണ്. സുവർണ ചതുഷ്കോണം പദ്ധതിയിലെ ഏറ്റവും വലിയ ദേശീയപാത NH-48 ആണ്. അതുപോലെ തന്നെ NH-44, NH-17, NH-19 ഒക്കെ എന്തിന്റെ ഭാഗമാണ്? സുവർണ ചതുഷ്കോണം പദ്ധതിയിൽ ഉൾപ്പെടുന്ന ദേശീയപാതകളാണ് കേട്ടോ. ഒന്നും കൂടി പറയാം. NH-48, NH-44, NH-70 and NH-19. ഓക്കെ, അത് ഓർത്തു വെക്കാം. ഓക്കെ, ക്ലിയർ ആയോ? സുവർണ ചതുഷ്കോണം പദ്ധതി രൂപീകരിച്ച ഇയർ എന്ന് പറഞ്ഞ നിങ്ങള് എന്നായിരുന്നു രൂപീകരിച്ചത്? ഓക്കെ, 1991 അല്ലേ? ഇനി നടപ്പിലാക്കിയത് ഏത് വർഷമാണ്? 2012. പൂർത്തിയായത് ഏത് വർഷമാണ്? ഇപ്പോ 2012. ആരായിരുന്നു പ്രധാനമന്ത്രി നിർമ്മാണം തുടങ്ങുന്ന സമയത്ത്? അടൽ ബിഹാരി വാജ്പേയി. ഓക്കെ. സുവർണ ചതുഷ്കോണം പദ്ധതിയിലെ ഏറ്റവും വലിയ ദേശീയപാത ഏതാണ്? NH-48. മറ്റ് ദേശീയപാതകൾ ഏതൊക്കെയാണ്? അതിനകത്ത് ഉൾക്കൊള്ളുന്ന മറ്റ് ദേശീയപാതകൾ ഏതൊക്കെയാ? NH-44, NH-70 and NH-19. ഓക്കെ. മിസ്സേ, ആ. 91 നരസിംഹറാവു അല്ലേ വരിക? എന്താണ്? 91 നരസിംഹറാവു അല്ലേ? 91 നരസിംഹറാവു അല്ലേ വരുന്നത്? 91 നരസിംഹറാവു ആണെന്നാ വരുന്നതെന്നോ? ചതുഷ്കോണം പദ്ധതി 91 അടൽ ബിഹാരി വാജ്പേയി ആണ് ഈ നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ പ്രധാനമന്ത്രി കേട്ടോ. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. വാജ്പേയി തന്നെയാണ് സുവർണ ചതുഷ്കോണം പദ്ധതിക്ക് തുടക്കമിട്ടത്.
ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയില് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഒരു ദേശീയപാത നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 105 മണിക്കൂറും 33 മിനിറ്റും കൊണ്ടാണ് ആ ഒരു ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഏതായിരിക്കും ആ ദേശീയപാത? ഒന്ന് കമന്റ് ചെയ്തേ നിങ്ങള്. വായിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? വായിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? അതായത് 105 മണിക്കൂറും 33 മിനിറ്റും കൊണ്ടാണ് ആ ഒരു ദേശീയപാത നിർമ്മിച്ചത്. മഹാരാഷ്ട്രയിലെ അമരാവതി അക്കോള ദേശീയപാത 53-ലെ 75 കിലോമീറ്റർ ഏകവരി പാതയാണ് നിർമ്മിച്ചത് കേട്ടോ. മഹാരാഷ്ട്രയിലാണ് അക്കോള ദേശീയപാത കേട്ടോ. അമരാവതി അക്കോള ദേശീയപാത എന്താണ് അതിന്റെ പേര്. 105 മണിക്കൂർ 33 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നത്. ഗിന്നസ് റെക്കോർഡില് ഇടം നേടി കേട്ടോ ഈ ഒരു ദേശീയപാത. അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി ഞാൻ നേരത്തെ ഒരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിന്റെ ദേശീയപാത ദൈർഘ്യം അല്ലെ? അത് ഞാൻ പറഞ്ഞു നിർത്തി, അതായത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. 1781.5 കിലോമീറ്റർ ആണ് കേട്ടോ കേരളത്തിലെ ദേശീയപാത ദൈർഘ്യം എന്ന് പറയുന്നത് കേട്ടോ. 1781.5 കിലോമീറ്റർ ഇതാണ് കേരളത്തിൻ്റെത് കേട്ടോ. അന്ന് നോട്ട് ചെയ്ത് വെക്കാം. 1781.5 കേരളത്തിന്റെ ദേശീയപാത ദൈർഘ്യം. ഓക്കെ, ഒന്നുകൂടെ പറയാൻ കിട്ടിയില്ല. 1781.5 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ ദേശീയപാത ദൈർഘ്യം. ഫസ്റ്റ് അതായത് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ റോഡുകളുടെ ദൈർഘ്യം 63.31 ലക്ഷം കിലോമീറ്റർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ വരുന്നത് 12,459 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കേരളത്തിൻ്റെത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കേരളത്തിന്റെ ഡൗട്ട് ഇപ്പൊ ഒരു ക്ലിയർ ആയി. 1781.5 കിലോമീറ്റർ ആണ് കേരളത്തിലെ ദേശീയപാത ദൈർഘ്യം വരുന്നത്. ഓക്കെ, ചമ്മന്തി തരാൻ എന്താണ് സിദ്ധാർത്ഥ് എന്താ പറഞ്ഞേ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ദേശീയപാതകള് നാഷണൽ ഹൈവേസ് ഒരുവിധം ഇപ്പൊ കിട്ടിയില്ല നിങ്ങൾക്ക്. അപ്പൊ ചോദിച്ചാലും പറയാൻ പറ്റുമല്ലോ. 44 എന്താണ്, അതുപോലെ 27 എന്താണ്, 1 എന്താണ്, 3 എന്താണെന്നൊക്കെ അറിയാൻ പറ്റില്ലേ ചോദിച്ചു കഴിഞ്ഞാല്? നോ മറുപടി പറയൂ. കിട്ടോ? അല്ലെ? ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ചാൽ മതി കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് തീർന്നിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട് ഇത് എടുക്കാനായിട്ട് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ എടുക്കാം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ.